ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗാണ്. ഇന്നെൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാൾ പഠിച്ചതിൽ വെച്ച് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഇന്നത്തെ ഫുൾ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഫോണൊന്നും അലൗഡ് അല്ല. എന്നാലും ഞാൻ മാക്സിമം ഫോണൊക്കെ വെച്ച് എടുക്കാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഫുൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം. അപ്പം ഞാൻ നല്ലപോലെ ലേറ്റായാണ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും റെഡിയായി നിന്നു, പക്ഷെ എനിക്ക് മാത്രം റെഡി ആവാൻ പറ്റിയില്ല. ഞാൻ വഴുകിപ്പോയി വന്നപ്പോൾ. പിന്നെ എന്നിട്ട് ലാസ്റ്റ് ഒരു പ്രകാരം ഞാൻ വേഗം ഓടി വന്ന് ഈ സാധനം കിട്ടി. ഇത് ഞങ്ങൾക്ക് പച്ചയാട്ടോ. ഇനി എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. നബിൽ, മൂസിന എന്താ പറയാനുള്ളത്? ഇവർ ഞങ്ങളുടെ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. എന്നിട്ട് ഇവർ ഇപ്പം എൻഗേജ്ഡ് ആയി. ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞില്ലല്ലോ, നിക്കാഹ് കഴിഞ്ഞു. കണ്ടോ എവിടെ അവർ? നബിൽ എന്താ പറയാനുള്ളത്? എം ബി എക്ക് വന്നതിൽ എന്ത് ഗുണം കിട്ടിയത്? എം ബി എയിൽ വന്നതിൽ അവനിക്ക് ഇവളെ കിട്ടി. മൂസിനാക്ക് എന്ത് കിട്ടി? മൂസിനാക്ക് നബീലിനെ കിട്ടി. ഇന്നിപ്പോ എന്നെ ഓടിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ എടുക്കണ്ട. വിഷ്ണു എന്താ പറയാനുള്ള? കുറെ നാളായി പാസ്സായി. ഇവരൊക്കെ പാസ്. ഇവർക്ക് സപ്പോർട്ട്. ഇതെന്തിനാണ് ഇതിങ്ങനെയാണ് ഓടുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബാക്കിയും കാണിച്ചാൽ ഇവിടെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണേ കാണുന്ന പിള്ളേർക്ക്. അങ്ങ് അറ്റം വരെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാക്കിൽ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ നടന്നിനി നേരെ ഗ്രാജുവേഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് സ്വാലിയാണിത്. ഇല്ലടാ, വ്ലോഗല്ലേ, കഴിയൂലല്ലോ. ഓക്കെ, ഇതവിടെ എല്ലാവരും ഉണ്ട്. മിച്ചുനോ എന്താ പറയാനുള്ളത്? ഗ്രാജുവേഷന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്ര നമ്മൾ ജയിച്ചു, അതിലെന്താ എനിക്ക് തോന്നണത്? സന്തോഷം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടില്ല, അതാണ്. പിന്നെ വേറെ കുറച്ച് പേരെ ഞാൻ കാണിച്ചു തരാം. എന്താ പറയാനുള്ളത്? MBA ജയിച്ചേല് വെട്ടവിടെയാ ശരി. MBA പാസ് ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം? MBA തന്നെ നമ്മൾ പാസ്സായി. വിദ്യാഭ്യാസം തീർന്ന് ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാ വന്നത്. അതിന് കുഴപ്പമില്ല, മൂലക്ക് നിന്നു. അപ്പൊ എല്ലാവരും ലൈനായിട്ട് നിൽക്കാം. വേറെന്താ പറയാനുള്ളത്? എന്താ എന്തെങ്കിലും? ഖദീജ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് ഗായ്സ്. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണ് ഞങ്ങളുടെ ഖദീജ യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാം വളർന്നു വലുത്. അപ്പൊ MBA എനിക്ക് മറക്കാൻ പറ്റും ഗായ്സ്. എങ്ങനെയുണ്ട് ഞങ്ങൾ കോട്ടിട്ടിട്ട്? കുഴപ്പമില്ല. ഞങ്ങളുടെ ഗ്രീൻ ആണ്, ചിലവരുടെ റെഡ് ആണ്. റെഡ് മതിയായിരുന്നു. ഗ്രീൻ ഒരു ഗുമ്മില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ആൾക്കാരെയൊക്കെ നോക്കൂ, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ലോങ് ക്യൂ ആണ്, ഒക്കെ ആൾക്കാരാണ്. ഫുൾ അവിടെയാണ് പരിപാടി. കണ്ട, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകും. പാരൻസ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും വരെ ഉള്ളൂ ക്യൂ, ബാക്കിലേക്ക് ബാക്കി ഇത്ര ഉള്ളൂ. ഇത് അപ്പോൾ ലാസ്റ്റ് ക്യൂ ഉണ്ട്. ലാസ്റ്റ് ഞങ്ങളാണ്, കുറച്ച് പേരുണ്ട് ബാക്കിലേക്ക്. ഞങ്ങൾ ഇത്രയും പേരുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും സമ്മാനം ഞങ്ങൾക്ക് കിട്ടുന്നത്. സമ്മാനം മീൻസ് മറ്റേ സാധനം, സർട്ടിഫിക്കറ്റ്. ഭയങ്കര വെയിലാണ്. വെയിൽ ഭയങ്കര ക്രൂരത. മേക്കപ്പ് ഒക്കെ ഇട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് മേക്കപ്പൊക്കെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും ഒന്നുമില്ലാണ്ട് ഉള്ളൊരവസ്ഥയായിരിക്കും. കണ്ട തിരിച്ചറിയാത്ത പോലെ ഇരിക്കും. പിന്നെ വേറെ നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. നമ്മൾ പാസ്സായല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. വെയിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളിനി കയറാൻ പോവാണ്. എല്ലാവരും ഓൾമോസ്റ്റ് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഇനി എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി അകത്ത് കയറിയിട്ട് ബാക്കി വ്യൂ ഞാൻ കാണിച്ചു തരാം, എന്താ എങ്ങനെയാണെന്നല്ല. ഓക്കെ ഗൈസ്, അപ്പം അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളകത്തേക്ക് പോവാണ്. ഇനി അകത്താണ്. Hostel life taught survival skills no syllabus could ever. This was also the year therapy came not for professionals but for ഇവിടെ ഇന്ന് ഏതാണ്ട് 290ഓളം കുട്ടികൾ ഇന്ന് കോൺവെക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 250 പേരും എഞ്ചിനീയറിംഗ് കുട്ടികളാണ്. ബാക്കിയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. കേരളത്തിന്റെ
ജ്യൂസ് കിട്ടി. എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ഗ്രാജുവേറ്റ് ആയി ഖദീജയ്ക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പൊ എല്ലാവരും ഇവിടെ വെയിറ്റിംഗിലാണ് ഗ്രാജുവേഷന്റെ മറ്റേ എന്താണ് സാധനം കിട്ടണമെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ. എന്താ കാർത്തിക് എന്താ പറയുള്ളത്, ഇതെൻ്റെ എപ്പോഴും റോൾ നമ്പറിൽ എൻ്റെ അടുത്ത് തന്നെ നമ്പറാണ്. എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ഒന്ന് പറഞ്ഞുതരോന്ന് ഓൻറ്റവൻ പറഞ്ഞു തരൂല. ഞാൻ പറഞ്ഞുതരും, ഇവിടെ എനിക്ക് പറഞ്ഞുതരാം. അത് ശരിയാട്ടോ, ഞാൻ പറഞ്ഞോണ്ട് കൈവൻ എനിക്ക് എല്ലാം പറഞ്ഞുതരാന്ന് പറഞ്ഞ് എന്നാലും ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു, അതാണ് വലിയൊരു കാര്യം. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളുടെ ഊരാവാറായി. ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ എണിച്ച് പോയി തുടങ്ങി. ഒരു നമ്മുടെ അടുത്തെത്തിട്ട് നമുക്കൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതെന്താ എന്തോ പേടിയായി പോയി പെട്ടെന്ന്. ഫ്രണ്ടിലുള്ളവർ പോയപ്പോൾ എന്നോ ഒന്നുമില്ല, വെറുതെ പേപ്പർ വാങ്ങിയാൽ മതി, പക്ഷെ പേടിയാവണം. ഖദീജ നസീർ. മിജ്ന മജീദ്. and integrity of our profession and the honor of our institution. For the best outgoing student of 2021 to 25 batch from this college. ഇതിനൊരു നല്ല കൈയ്യടി നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിസ് റിതു റജി. ഹായ് സൽമാൻ. സൽമാൻ അങ്ങനെ എൻ്റെ ബ്ലോഗിൽ വന്നു. സൽമാനും അങ്ങനെ വരലില്ല ബ്ലോഗിൽ, അപ്പം ബ്ലോഗിൽ വന്നു. ഇനി ഇവിടെ ഫോട്ടോഷൂട്ടാണ്. ടോട്ടലി ഇതിനെപ്പറ്റി ഇതൊക്കെ കയറിപ്പോയി, സോറി. ഓക്കെ, ടോട്ടലി ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വലിയ രസം ഉണ്ടായില്ല. നമ്മളിങ്ങനെ ഇരുത്തി കൊന്നു ഇവര്. ഏതിൻ്റെ ഇല്ല, MBA ടോപ്പ് വേറെ ആരും ആണ്. അപ്പൊ മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഇവിടെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോണ, ഗൗണെല്ലാം മാറ്റി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണതാണ് ഈ കാണുന്നത്. ഭയങ്കര ബോറായി പോയി. കാരണം എന്താണെന്നറിയോ, പരിപാടി ഇതൊന്നും പിടിച്ചേ, പരിപാടി കഴിയണ വരെ ഉണ്ടല്ലോ, രണ്ടും എടുത്തണ്ട. പരിപാടി കഴിയണ വരെ നമുക്കിങ്ങനെ ഭയങ്കര അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് മട്ടിച്ചു. അത് കഴിഞ്ഞ് പരിപാടിയാണ് കഴിഞ്ഞോട് എല്ലാവരും ഫോട്ടോ കൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോറെല്ലാം കിട്ടി. ചിക്കൻ ബിരിയാണി ഒക്കെ ലാസ്റ്റ് ആയതുകൊണ്ട് ഒന്നും ഇല്ല, കച്ചമ്പറോ സാലഡോ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലൊരു ഡേ തന്നെ കഴിഞ്ഞേക്കാണ്. എൻ്റെ ഫാമിലിയും എൻ്റെ എല്ലാവരും വന്നിട്ടുണ്ടായി. പക്ഷേ നമ്മൾ വലിയ സെറ്റപ്പ് ഫോട്ടോയൊന്നും ഒന്നും എടുത്തില്ല, കുറച്ചൊക്കെ എടുത്തോളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അതാ വന്നതാണ് എൻ്റെ ഉമ്മച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായി. ഇതെല്ലാവരും വന്നിട്ടുണ്ടായി. അപ്പം ഇനി നമ്മൾ പോവാണ്. അപ്പം എല്ലാം കഴിഞ്ഞു.
ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര നാൾ വിചാരിച്ചു വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു, കോട്ടും തൊപ്പിയും സാധനങ്ങളൊക്കെ തരുന്നു, പിന്നെ കുറച്ച് ഫോട്ടോസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു, ആ പരിപാടി തീർന്നു. അങ്ങനെ ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒട്ടുമല്ല. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു 7 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. നമ്മളിവിടെ നിന്ന് ചായ പോലും കുടിക്കാണ്ട് 7:30 ഇവിടെ നിന്ന് ഇറങ്ങി 8 മണി ആയപ്പോഴേക്കും അവിടെ എത്തി. 8 മണിക്ക് ഒരു 8 മണി 8:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിക്കാണ്ട് പോയതിൻ്റെ ഗ്യാസും കയറി തലവേദന ആകെ ഇടങ്ങേറായി. നമ്മളിങ്ങനെ ഇരുത്തി കൊല്ലും എന്ന് പറയില്ല, അങ്ങനെ കൊല്ലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ സംഭാഷണവും പ്രസംഗവും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഇരുന്ന് കേട്ട് നമ്മൾ വലിയ സെറ്റപ്പിൽ ഒരുങ്ങിയൊക്കെ റെഡിയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കും. ഇരുന്ന് അത്ര ഇറിറ്റേഷനായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നതിന് ലാസ്റ്റ് എന്ത് ചെയ്യും, തൊപ്പിയും കോടാലിയും എല്ലാം കോട്ടും സാധനങ്ങളൊക്കെ നമുക്ക് തരും. പിന്നെ സർട്ടിഫിക്കറ്റും തരും. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരിക്കും നമ്മൾ അത്രയും നേരം അവിടെ ഇരുന്ന് മട്ടിപ്പ് വന്നത്. എന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റും വാങ്ങി നമ്മളിങ്ങോട്ട് നമ്മുടെ അടുത്തൊരു ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് വെക്കുന്നു. അപ്പം നമ്മുടെ കോലം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്, ഇതിലുള്ള അപ്പുറത്തെ കോലം നമ്മൾ വലിയ മേക്കപ്പ് ഇട്ടൊക്കെ നല്ല സെറ്റപ്പ് ഉപയോഗിക്കും. നല്ല വെയിലും അവിടെ ഇരുന്ന് ഒലിച്ച് എല്ലാം തവിട് പൊടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ മൂഡ് ഉണ്ടാവില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുക്കും. എന്നിട്ട് ആ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഇത് ഭയങ്കര എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഗ്രാജുവേഷൻ. ഞാൻ വിചാരിച്ച നേരെ നമ്മൾ ചെല്ലുന്നു, കോട്ടും ഇതെല്ലാം തരുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു, സ്റ്റോറി ഇടുന്നു, വീഡിയോ എടുക്കും. പക്ഷെ അങ്ങനെയല്ല, മൊത്തത്തിൽ തിരക്കാറുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടായില്ല. നമ്മൾ ലാസ്റ്റ് ആയിരുന്നു ഫോട്ടോ എടുക്കൽ ചെന്നപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായില്ല. പിന്നെ ഫുഡിന് തിരക്കാറുന്നു. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു ഡേ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മൾ MBA പാസ്സായി, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായി. പിന്നെ നമ്മുടെ പാരൻസിൻ്റെ മുന്നിൽ നമ്മൾ എന്താ പറയുക, ആ ഒരു ഇതൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ച് ആ സാധനമൊക്കെ തരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പരമാവധി മാക്സിമം ആഡ് ചെയ്യാൻ നോക്കും. അതായത് എന്താ പറയുക, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് എടുക്കാൻ പറ്റണ്ടായില്ല. എന്നാലും കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുറേ എടുത്തതെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യും. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് നമ്മൾ മൊത്തത്തിലൊരു വ്ളോഗ് പോലെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തത്. പക്ഷേ അതിന് പറ്റണ്ടായില്ല, അത്രയ്ക്ക് ബോറിംഗ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വ്ളോഗ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാവുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും വീഡിയോ കാണരുത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.